നോട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ 10ാം ക്ലാസ്സിന്റെ എക്സാം തുടങ്ങി. അപ്പൊ ഇനി നാളെ ഫിസിക്സ് ആണ്. ഉറപ്പായും ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ അതുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നാമത്തെ ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളാണ്. ഈ ചാപ്റ്ററിലെ ജൂൾ നിയമം പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ജൂൾസ് ലോ. സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ഈ നിയമം പ്രസ്താവിക്കാൻ പറയും, അതായത് ജൂൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയും. നമുക്കറിയാം, ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമാണ്. ഇത് ജൂൾ നിയമമായി അറിയപ്പെടുന്നു. പ്രസ്താവിക്കാൻ പറഞ്ഞാൽ അങ്ങനെ എഴുതിയാൽ മതി. ഇംഗ്ലീഷ് മീഡിയംകാർക്കാണെങ്കിൽ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറന്റ്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, ടൈം ഓഫ് ഫ്ലോ ഓഫ് കറന്റ്. അല്ലേ, ഇതാണ് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. സാധാരണ വേറൊരു ടൈപ്പ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണെങ്കിൽ, പ്രസ്താവിക്കാൻ മാത്രം ചോദിച്ചാൽ 2 മാർക്കിനാണ് ചോദിക്കാറ്. അതല്ല, ഇതുമായി ബന്ധപ്പെട്ട 3 ഇക്വേഷൻസ് ഉണ്ട്, ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ലോ തന്നെയാണ്, അതായത് H is equal to I² RT. രണ്ടാമത്തത് H is equal to V² T/R. മൂന്നാമത്തത് H is equal to VIT. ഈ 3 ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ അത് 3 മാർക്കിന് ചോദിക്കും. നിയമം പ്രസ്താവിക്കാനും പ്രോബ്ലം കൂടി ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കിന് ചോദിക്കും. സ്റ്റേറ്റ് ചെയ്യാനും പ്രോബ്ലം കൂടി ചോദിച്ചാൽ. ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലുള്ള സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സിന്റെ കമ്പാരിസൺ ആണ്. അതായത് നമ്മുടെ പ്രതിരോധങ്ങളുടെ ശ്രേണി രീതി, സമാന്തര രീതി, ഇവ തമ്മിലുള്ള താരതമ്യം. നമുക്കറിയാം, പ്രതിരോധങ്ങളെ ശ്രേണിയായിട്ട് ബന്ധിപ്പിച്ചാൽ അതിനെ ശ്രേണി രീതി എന്ന് പറയുന്നു, സമാന്തരമാണെങ്കിൽ സമാന്തര രീതി. അല്ലേ, ഈ റെസിസ്റ്റേഴ്സ് 1/1 ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് സീരീസ് കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ അത് പാരലൽ കണക്ഷൻ ആയിരിക്കും. അല്ലേ, ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ ശ്രേണി രീതിയാണെങ്കിൽ കറണ്ട് തുല്യമായിരിക്കും. അല്ലേ, I സെയിം ആയിരിക്കും, അല്ലെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും. അതേപോലെ തന്നെ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. ഇനി പാരലൽ കണക്ഷൻ സമാന്തര രീതിയാണെങ്കിൽ കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. അല്ലേ, കറണ്ട് ഡിഫറെന്റ് ആയ കണക്ഷൻ ഏതോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാരലൽ. അല്ലേ, കറണ്ട് വ്യത്യസ്തമാകുന്നത് എവിടെയാണോ അത് സമാന്തര രീതി ആയിരിക്കും. അല്ലേ, ഇങ്ങനെ നമുക്കറിയാം, R കൂടുതലായിരിക്കും ശ്രേണി രീതി, R കുറവായിരിക്കും സമാന്തര രീതി. അല്ലേ, അതായത് R ഇൻക്രീസസ് ഇൻ ദ കേസ് ഓഫ് സീരീസ് കണക്ഷൻ, R ഡിക്രീസസ് ഇൻ ദ കേസ് ഓഫ് പാരലൽ കണക്ഷൻ. നമുക്കറിയാം, R എന്ന് പറയുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ സീരീസ് കണക്ഷനിലാണെങ്കിൽ എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഏതാണ്? R is equal to R1 plus R2 plus R3 plus R4, അങ്ങനെ ആഡ് ചെയ്താൽ മതി. പാരലൽ കണക്ഷൻ ആണെങ്കിൽ 1/R is equal to 1/R1 plus 1/R2 plus 1/R3. നിങ്ങൾ എല്ലാവരും പഠിച്ച ഇക്വേഷൻ ആണ്. ഇല്ലേ, സാധാരണ ഇതിൽ നിന്ന് ഒന്നുകിൽ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ റെസിസ്റ്റേഴ്സ് തരും, വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് തന്നിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉള്ള സർക്യൂട്ട് എന്ത് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അല്ലേ, നമുക്ക് അറിയുന്ന 1-2 പ്രതിരോധങ്ങൾ 2-3 തന്നിട്ട് ഒരു പ്രത്യേക മൂല്യമുള്ള പ്രതിരോധത്തിന്റെ ചിത്രം വരയ്ക്കാനൊക്കെ പറയാറുണ്ട്. അല്ലേ, പിന്നെ ഏതിലാണ് R കൂടുതൽ R കുറവ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലേ, R നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, R കൂടുതൽ ശ്രേണി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ ആയിരിക്കും, R കുറവ് എവിടെയായിരിക്കും, പാരലൽ കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സമാന്തര രീതിയിലായിരിക്കും. അല്ലേ, അപ്പൊ ഇതാണ് ഈ 2 ഏരിയയിൽ നിന്ന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം, സ്ഥിരമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സെൽഫ് ഇൻഡക്ഷൻ, അതേപോലെ തന്നെ ട്രാൻസ്ഫോമറും. സെൽഫ് ഇൻഡക്ഷൻ നമുക്കറിയാം, ഇനി ഈ ഒരു പാറ്റേണിലാണ് സാധാരണ ചോദിക്കാറ്. 2 ഡയഗ്രം തരും, ഒന്ന് DC കണക്ട് ചെയ്ത്, രണ്ടാമത്തത് AC കണക്ട് ചെയ്ത്. ഇതിൽ സാധാരണ ചോദിക്കൽ ABC എന്ന് പറഞ്ഞ ഒരു പാറ്റേണിലാണ് ചോദിക്കാറ്. അതിൽ ഒന്നാമത്തെ നമുക്കറിയാം DC കണക്ട് ചെയ്താണ്, രണ്ടാമത്തത് AC ആണ് കണക്ട് ചെയ്ത്. ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏതിലാണ് ഈ 2 ചിത്രത്തിൽ അല്ലെങ്കിൽ 2 ഡയഗ്രത്തിൽ ഏതിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവാറ്, ഏതിലാണ് കാന്തിക മണ്ഡലം ഉണ്ടാവുക ചോദിക്കും. അതിന്റെ ആൻസർ എന്താ നമുക്കറിയാം, 2ലും എന്തുണ്ടാവും, കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. 2 കോയിലിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും.
രണ്ടാമത് ചോദിക്കാറുള്ള ചോദ്യം ഏതിലാണ് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരിക എന്ന് ചോദിക്കും. അതായത് മാറുന്ന കാന്തിക മണ്ഡലം, കാന്തിക ഫ്ലക്സിന് മാറ്റം വരുന്ന എവിടെയും ചോദിക്കും. നമുക്കറിയാം AC കണക്ട് ചെയ്ത ഈ ഡയഗ്രത്തിലാണ് ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്, ബാക്ക് EMF ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം ഇതിൽ ഏത് ബൾബാണ് മാക്സിമം ഇന്റൻസിറ്റി, ഏത് ബൾബാണ് മിനിമം ഇന്റൻസിറ്റി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ നമുക്കറിയാം എന്ത്, മാക്സിമം ഇന്റൻസിറ്റി എല്ലായ്പ്പോഴും DC കണക്ട് ചെയ്ത ഈ സർക്യൂട്ടിലുള്ള ബൾബിനായിരിക്കും അല്ലേ. മിനിമം ഇന്റൻസിറ്റി AC കണക്ട് ചെയ്ത ഈ സർക്യൂട്ടിലുള്ള ബൾബിനായിരിക്കും. കാരണം ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്, ബാക്ക് EMF ഉണ്ടാവുന്നുണ്ട്. മലയാളം മീഡിയക്കാർക്കാണെങ്കിൽ തീവ്രത കുറഞ്ഞ പ്രകാശം DC കണക്ട് ചെയ്ത ഈ ബൾബുള്ള ഒന്നാമത്തെ സർക്യൂട്ടിലും തീവ്രത കൂടുതൽ ഈ ഒന്നാമത്തെ സർക്യൂട്ടിലും തീവ്രത കുറവ് എവിടെയായിരിക്കും, ഈ പറഞ്ഞ AC കണക്ട് ചെയ്ത രണ്ടാമത്തെ സർക്യൂട്ടിലായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ട്രാൻസ്ഫോമർ ആണ് അല്ലേ. ട്രാൻസ്ഫോമർ നമ്മൾ പഠിച്ചു വെക്കേണ്ട എന്തൊക്കെയാണ്, ഈ പറയുന്ന എന്താണ് ട്രാൻസ്ഫോമർ, നമുക്കൊരു ടോപ്പിക് അറിയില്ല എന്ന് നോക്കുക അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം, നമ്മളൊരു സെൽഫായിട്ട് ഒരു ടീച്ചറായിട്ട് മാറാം അല്ലേ. എന്ത് ചെയ്താൽ മതി, അതായത് എന്താണ് ട്രാൻസ്ഫോമർ, എന്തിനാണ് ട്രാൻസ്ഫോമർ, എത്ര ടൈപ്പ് ഉണ്ട് ട്രാൻസ്ഫോമർ, പ്രോബ്ലം, ഇതാണ് ചോദിക്കാറ് അല്ലേ. നമുക്കറിയാം എന്താ ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് അല്ലേ used to increase or decrease AC voltage without any change in electric power അല്ലേ. അതായത് പവറിൽ വ്യത്യാസമില്ലാതെ AC-യുടെ വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണത്തെ എന്തെന്ന് വിളിക്കുന്നു, ട്രാൻസ്ഫോമർ. അതേപോലെ തന്നെ രണ്ട് തരമുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. അതിൽ സ്റ്റെപ്പ് അപ്പിലെ ഒരേ ഒരു കാര്യം ഞാൻ ബോർഡിൽ എഴുതിയുള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓർക്കാം. അതായത് ഞാൻ എന്താ എഴുതി, സ്റ്റെപ്പ് അപ്പിൽ ഇംഗ്ലീഷ് മീഡിയംകാർ മലയാളം മീഡിയംകാർ ഒന്ന് ശ്രദ്ധിക്കണേ, ഇത് തന്നെയാണ്, ഇത് മലയാളത്തിലേക്ക് ഒന്ന് എഴുതി നോക്കിയാൽ മതി. അതായത് സ്റ്റെപ്പ് അപ്പിൽ രണ്ട് കോയിൽ ഉണ്ടാവും എപ്പോഴും ട്രാൻസ്ഫോമറിന് അല്ലേ. ഇൻപുട്ട് കോയിലിനെ നമ്മൾ പ്രൈമറി എന്നും ഔട്ട്പുട്ട് കോയിലിനെ നമ്മൾ സെക്കൻഡറി എന്നും വിളിക്കാം അല്ലേ. പ്രൈമറിയിൽ ലെസ് നമ്പർ ഓഫ് ടേൺസ് തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ്, ഓർത്ത് വെക്കുക. അപ്പൊ സെക്കൻഡറിയിൽ എന്തായിരിക്കും, മോർ നമ്പർ ഓഫ് ടേൺസ് തിൻ വയേഴ്സ് ആർ യൂസ്ഡ്. മലയാളം മീഡിയത്തിനാണെങ്കിൽ ചുറ്റുകളുടെ എണ്ണം കുറവും കട്ടി കൂടിയ കമ്പി ഉപയോഗിക്കുന്നു. ഇവിടെയോ സെക്കൻഡറിയിലോ ചുറ്റുകളുടെ എണ്ണം കൂടുതലും കട്ടി കുറഞ്ഞ എന്തുപയോഗിക്കുന്നു, ചാലകം, കമ്പി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇതാണ് ഇതിൽ ഓർക്കേണ്ടത്, ബാക്കിയൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിന്റെ പ്രൈമറി സ്റ്റെപ്പ് ഡൗണിന്റെ സെക്കൻഡറി ആയിരിക്കും, ഇതിന്റെ സെക്കൻഡറി സ്റ്റെപ്പ് ഡൗണിന്റെ എന്തായിരിക്കും, പ്രൈമറി ആയിരിക്കും അല്ലേ. ഇനി ഇക്വേഷൻ ആണ്, ട്രാൻസ്ഫോമർ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കുന്ന ഇക്വേഷൻ ആണ് ഇത്, VS/VP = NS/NP = IP/IS, ഓർത്ത് വെക്കുക. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഉറപ്പായിട്ടും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒന്നുകിൽ ലെൻസ് അല്ലെങ്കിൽ മിററിലുള്ള ഇമേജ് ഫോർമേഷൻ, ഒന്നുകിൽ ലെൻസ് അല്ലെങ്കിൽ ദർപ്പണത്തിലുള്ള പ്രതിബിംബ രൂപീകരണം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കോൺകേവ് ദർപ്പണമുണ്ട്, കോൺവെക്സ് ദർപ്പണമുണ്ട്, കോൺകേവ് മിററുണ്ട്, കോൺവെക്സ് മിററുണ്ട്. അതേപോലെ തന്നെ കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. ഇതിൽ 6 കേസ് ഉള്ളത് കോൺകേവ് ദർപ്പണത്തിലും കോൺവെക്സ് ലെൻസിലുമാണ് അല്ലേ. അപ്പൊ നമ്മൾ ഓർക്കുക, ഈ ഞാൻ മുകളിൽ വരച്ചിരിക്കുന്ന ഇത് വസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനമാണ്, ഒബ്ജക്റ്റ് ആണ്. നമുക്കറിയാം ഏതൊക്കെ 6 കേസ് കോൺകേവ് ദർപ്പണത്തിൽ, കോൺകേവ് മിററിലുള്ള ഏതൊക്കെയാ, ഇൻഫിനിറ്റി വളരെ അകലെ, സിക്കപ്പുറം സിക്കും എഫിനും ഇടയിൽ, എഫിനും പിക്കും ഇടയിൽ, ഇങ്ങനെയാണ് 6 വരാറ് അല്ലേ. ഇതില് നമുക്കറിയാം പ്രതിബിംബത്തിന്റെ സ്ഥാനം വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് ആരോ മാർക്ക് ഇട്ടിട്ട് ഇവിടെ എന്ത് എഴുതി വെക്കുക, ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബാണ് അല്ലേ. അപ്പൊ എങ്ങനെ ഓർത്ത് വെക്കുക, വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാ നമ്മൾ ഓർത്ത് വെക്കുക, ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ എവിടെയാണ് ഇമേജ്, എവിടെ പ്രതിബിംബം ഉണ്ടാവുന്ന അറിയണ്ടേ, എങ്ങനെ ഓർത്ത് വെക്കുക, വളരെ അകലെ ആകുമ്പോ ഫോക്കസിൽ ഉണ്ടാവും. സിക്ക് അപ്പുറം, അതായത് ബിയോണ്ട് സി ആകുമ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിക്കും എഫിനും ഇടയിലായിരിക്കും. സിയിലാകുമ്പോൾ എവിടെയാ ഇമേജ് ഉണ്ടാവുക, സിയിൽ തന്നെയാണ് ഉണ്ടാവുക അല്ലേ. സിക്കും എഫിനും ഇടയിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ എവിടെയാണ് ഉണ്ടാവുക, ബിയോണ്ട് സി ആണ് ഉണ്ടാവുക
ഇനി എഫിലാകുമ്പോൾ എവിടെയാണ് ഉണ്ടാവുക? ഇൻഫിനിറ്റി അല്ലെങ്കിൽ വളരെ അകലെയാണ് ഉണ്ടാവുക. എഫിനും പിക്കും ഇടയിലാകുമ്പോൾ ദർപ്പണത്തിന് പുറകിൽ ബിഹൈൻഡ് ദ മിറർ ആണ് ഉണ്ടാവുക അല്ലേ? അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒബ്ജക്റ്റ് ഈ ദർപ്പണത്തോട് അടുക്കും തോറും ഈ പറയുന്ന മിററിലേക്ക് അടുക്കുമ്പോൾ ഇമേജ് മിററിൽ നിന്ന് അകന്നു പോവുക ചെയ്യുന്നത് അല്ലേ? അതായത് പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് അകന്നു പോവുക ചെയ്യുന്നത്. അതേപോലെയാണ് ഇതില് ലെൻസിൽ കണ്ടോ, വളരെ അകലെ 2f അപ്പുറം 2fന് എഫിന് ഇടയിൽ എഫില്. അത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു എങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്തുണ്ടാവുക? ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബമുള്ള. കണ്ടോ, ഇങ്ങനെ ഒരു ആരാമാർക്ക് കൊടുത്താൽ മതി പ്രതിബിംബം അല്ലേ? അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഓർത്ത് വെക്കുക? എങ്ങനെയാ? അതായത് വളരെ അകലെ ഇൻഫിനിറ്റിയിലാകുമ്പോ ഫോക്കസ് ഒരു മാറ്റവും ഇല്ല. ഇത് രണ്ടും ഒരേപോലെ പഠിച്ചാൽ മതി. 2f അപ്പുറം ആകുമ്പോ, അതായത് ബിയോണ്ട് 2f ആകുമ്പോ എഫിനും 2fനും ഇടയിൽ, ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. ഇനി 2fലാകുമ്പോ 2f തന്നെ, 2fനും എഫിനും ഇടയിലാകുമ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ആകുമ്പോൾ ബിയോണ്ട് 2f ആയിരിക്കും. എഫിലാകുമ്പോൾ ഇൻഫിനിറ്റി അല്ലെങ്കിൽ എവിടെയാ വരിക? അനന്തതയിലാണ് ഉണ്ടാവുക. ഇനി ആറാമത്തെ കേസ്, എഫിനും പിക്കും ഒപ്റ്റിക് സെന്റർ അല്ലേ, പ്രകാശീയ കേന്ദ്രത്തിനിടയിലാകുന്ന സമയത്ത് ഞാൻ 6 ഇവിടെ വരയ്ക്കുന്നുണ്ട്, അതേ വശത്താണ് ഉണ്ടാവുക അല്ലേ? സെയിം ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്ട്, അതേ വശത്താണ് എന്തുണ്ടാവുക? പ്രതിബിംബം ഉണ്ടാവുക. ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ? 1 മുതൽ 5 വരെയുള്ള ഇമേജിന്റെ പ്രോപ്പർട്ടീസ് രണ്ടിലും എന്തായിരിക്കും? റിയൽ ആയിരിക്കും അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കും. ആറാമത്തെ എന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും അല്ലെങ്കിൽ മിഥ്യയായിരിക്കും. അപ്പോ ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. എല്ലാവർക്കും എക്സാം എളുപ്പമാവട്ടെ, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.